അതെ, നിങ്ങൾ മനുഷ്യന്മാര് കണ്ടുപിടിച്ച ഉൽപ്പന്നങ്ങളിൽ നിങ്ങളുടെ കൂടെ ഒട്ടിക്കഴിയാൻ ഭാഗ്യമുണ്ടായ ഒരേ സാധനം നിങ്ങൾ മൊബൈൽ ഫോണുകളാട്ടോ. നിങ്ങളുടെ സന്തോഷവും സങ്കടവും കോപവും പ്രണയവും വിരഹവും ഭാഗ്യവും എല്ലാ വികാര വിചാരങ്ങളും ഞങ്ങളാ ആദ്യം അറിയണത്. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ ഭാര്യയോ കാമുകിയോ കൂട്ടുകാരോ സഹോദരങ്ങളോ ബന്ധുക്കളോ ഒക്കെ അറിയണ തന്നെ. ഞങ്ങൾ ദിവസവും കാണുന്ന ഇണക്കങ്ങളും പിണക്കങ്ങളും എത്രയാന്നാ. അങ്ങനെ ഇന്ന് രാവിലെ തുടങ്ങിയൊരു ദാമ്പത്യ യുദ്ധം നമുക്കൊന്ന് കാണാം. ചേർന്ന് മലയാളി യുവാവിനെ സയനൈഡ് നൽകി കൊന്നു. പുനലൂർ കരവാളൂർ ആലക്കുന്നിൽ സാം എബ്രഹാമാണ് കൊല്ലപ്പെട്ടത്. സ്വാഭാവിക മരണമെന്ന് കരുതിയിരുന്ന സംഭവം 10 മാസത്തെ അന്വേഷണത്തിന് ശേഷമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. സാമിന്റെ ഭാര്യ സോഫിയും കാമുകൻ അരുൺ കമലാസനും മെൽബണിൽ അറസ്റ്റിലായി. സാമിനെ കൊലപ്പെടുത്തിയ ശേഷം ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പറഞ്ഞ് നാട്ടിൽ കൊണ്ടുവന്ന മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി മെൽബണിൽ നിന്ന് മാധ്യമപ്രവർത്തകനായ ജോൺസൺ മാമല. 109 രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ വിധിയുണ്ടായത് 10 എണ്ണത്തിൽ മാത്രമാണ്. എന്റെ ഷർട്ട് എവിടെ? ഗീതേ, ഗീതേ, എന്റെ ഷർട്ട് എവിടെയാണ്? ഗീതേ, ഒരു സാധനം വെച്ചോടുത്ത് കാണില്ല. എന്താ? നിനക്കത് ചെവി കേട്ടൂടെ? എത്ര പ്രാവശ്യം വിളിക്കണം? എന്റെ ഷർട്ട് എവിടെ? എനിക്കറിയില്ല. പിന്നെ എന്ത് തേങ്ങ എനിക്കറിയാ? ഞാൻ എന്തിനാ ഇവിടെ? എല്ലാവർക്കും ഇവിടെ ആളില്ലേ? ഓ, അതാണ് കാര്യം. നിനക്കൊന്നും ചെയ്യാനും വയ്യ, ആരെങ്കിലും എന്ത് ചെയ്താ അതിന് കുറ്റവും. എനിക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ലോകത്തെ കോടിക്കണക്കിന് പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് കിട്ടിയതാ തന്നെ. അതിൽ 10-ൽ 9 പൊരുത്തും. ആ പൊരുത്തം എങ്ങനെയാവുന്നേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അല്ലെങ്കിൽ ഇപ്പൊ മിസ് വേൾഡ് വരുമായിരുന്നു. എന്തേ പറയുമ്പോ കേൾക്കണായിരുന്നു. ഒറ്റ കല്യാണം കൊണ്ട് പെണ്ണിനോടുള്ള പൂതി മതിയായി. എന്നാ ഉണ്ണിയെ, എന്നാ ഹംസു വന്നിട്ട് പോയോ? ഓൻ കഴിഞ്ഞ ആഴ്ച പോയി. ആകെ 2 മാസം ലീവ് ഉണ്ടായിരുന്നുള്ളു. വന്നിട്ടൊന്നും കാണാൻ പറ്റിയില്ല ചങ്ങായിനെ. ഓൻ എങ്ങോട്ടും പോകാൻ പറ്റിയില്ലെന്ന്, ഭയങ്കര തിരക്കായിരുന്നു. ആരതിങ്ങനെ വിളിക്കണത്? പെണ്ണുങ്ങളാ, ചെറുതായിട്ടൊന്ന് പിണങ്ങി. അതിന്റെ അതെടുത്ത് എന്തെങ്കിലും പറഞ്ഞു ഓളങ്ങോട്ട് സമാധാനിപ്പിച്ചാളാ. ഒരു കാര്യമില്ല, വെറുതെ വിളിക്കാണെന്ന്. ശരി, എന്നാ വൈകുന്നേരം കാണാം. ആ ശരി. മലങ്ങി. എന്തിനാണാവോ പണ്ടാറടങ്ങിട്ട്? എന്തേ
ഹലോ ഹലോ എന്താണ്? ഹലോ, ഞാൻ വീട്ടിൽ പോവാ. എന്തേ എന്താ ഈ പറയണേ? ചെവി കേക്കില്ലേ? ഞാൻ വീട്ടിൽ പോവാന്ന്. നിനക്ക് തലക്കല്ല സുഖല്ലേ? എപ്പോഴും ഈ വീട്ടിൽ പോണ്? എനിക്ക് പോണം, ഞാൻ പോവും. എന്തൊരു കഷ്ടത്. എനിക്ക് ഇവിടെ നിക്കാൻ പറ്റില്ലെന്ന്. ഗീതേ, കഴിഞ്ഞ ആഴ്ചയില്ലേ നീ വീട്ടിൽ നിന്ന് കൂടെ വന്നേ? ഞാൻ പോവും. നിങ്ങക്ക് കൊണ്ടാക്കി തരാൻ പറ്റുമോ? അതിക്ക് അറിഞ്ഞാ മതി. അതാ ചോദിച്ചേ, എന്തിനാ നീ ഇപ്പൊ ഇങ്ങനെ വീട്ടിൽ പോണ്? ഇവിടുത്തെ സുഖം കൊണ്ട് തന്നെ എനിക്ക് ഇത്രയും സുഖത്തിന്റെ ആവശ്യമില്ല. വീട്ടിൽ പോകാനൊന്നും പറ്റില്ല. എനിക്ക് ഓഫീസിൽ ഒരുപാട് പണിയുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങക്ക് കൊണ്ടാക്കി തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇന്ന് എന്തായാലും പോകാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. നിങ്ങളുടെ ചേച്ചിയെ കെട്ടിപ്പിടിച്ചിരുന്നോടെ. നീ വേണ്ടത് വാർത്താനൊന്നും പറയണ്ട. ഞാൻ പറയും. അതുകൊണ്ടല്ലേ നിങ്ങൾ മാറി താമസിക്കാൻ വിളിച്ചപ്പോ വരാഞ്ഞ്. നീ ഫോൺ വെച്ചൊന്ന് പോയിക്കാ. വെറുതെ മനുഷ്യനെ പ്രാന്താക്കാൻ. ഞാനിവിടെ കെട്ടിത്തൂക്കി ഇങ്ങോട്ട് ചാവും. നിങ്ങളുടെ ചേച്ചിനെ ഞാൻ വെറുതെ വിടില്ല. എന്തൊരു കഷ്ടം. ആ കുമാറേ പറയടാ. ഞാൻ ലീവാ. എന്താ സുഖല്ലേ? നല്ല സുഖല്ല. എന്താ പൊണ്ടാട്ടിയായിട്ട് വഴക്കിട്ടോ? അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താ കുമാറേ ഇത്? നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? നീയും അവളെ പോലെ ആയാലോ? ഇനി എങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാ? എന്റെ ഡ്രസ്സ് വരെ കഴുകണത് ഞാനാ. വീട്ടുപണി മുഴുവൻ ചെയ്യുന്ന ചേച്ചി. എന്താ ഇന്നത്തെ പ്രശ്നം? രാവിലെ ഷർട്ട് കാണാഞ്ഞതാ പ്രശ്നം. അത് ചോദിച്ചു ഒന്ന് രണ്ടും പറഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പതാ വിളിച്ചിട്ട് വീട്ടിൽ പോണെന്ന് പറയണേ. ഇല്ലെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ കെട്ടിത്തൂങ്ങി ചാവുന്നാ പറയണേ. ലീവ് എടുക്കുകയാണെങ്കിൽ അവളെ വീട്ടിൽ കൊണ്ടാക്ക്. എന്നാ പിന്നെ പ്രശ്നം തീരുമല്ലോ. ഇതുപോലെ കഴിഞ്ഞ ആഴ്ച പിണങ്ങി പോയതാ. അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പം തുടങ്ങി ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞുള്ള വിളി. നീ അവളുടെ വീട്ടിൽ വിളിച്ച് കാര്യം പറയേ. അച്ഛനോടോ ആങ്ങളയോടോ മറ്റാരോടെങ്കിലും. എന്താ ബെസ്റ്റ്. അത് ഇതിലേക്കാ മേലെ. എന്നാ പിന്നെ ഇവളാ ഭേദം. ഇവൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നവരാ അവര്. അവൾക്ക് ഇപ്പൊ മാറി താമസിക്കണം. എന്നാ പിന്നെ അത് ചെയ്യേ. മനസമാധാനെങ്കിലും ഉണ്ടാവല്ലോ. എങ്ങനെയാണ്? നിനക്കറിയാലോ ചേച്ചിയുടെ കാര്യം. ഏട്ടൻ മരിച്ചു നിൽക്കണ അവരെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് വേറെ താമസിക്കാൻ? അവർക്കൊരു മകനോ മകളോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത്ര കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അതുമില്ല. നാട്ടുകാരെന്താ പറയാ?
നാട്ടുകാരെ കാര്യം വിട്. എനിക്കെന്തൊരു സമാധാനമുള്ളത്? ശരി എന്നാ എന്തെങ്കിലും ചെയ്യ്. അല്ല അപ്പൊ ഞാൻ എന്താ പറയാ? നീ സാറിനോട് എന്തെങ്കിലും പറയും. ഞാൻ വിളിച്ചാൽ അയാൾ കണകുണ പറയുള്ളൂ. ഞാനിന്ന് വന്ന ഒന്നും നടക്കില്ല. ആ ഓക്കെ ശരി, സാറിനോട് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ആണുങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, പ്രത്യേകത. നിങ്ങൾ വീടിന് വെളിയിൽ ഒരു മഹായുദ്ധം തന്നെ നേരിടും. എന്നാ വീടിനുള്ളിലോ ഒരു കൊച്ചു കലഹം വന്നാ മതി, തളർന്നു പോണോരാ അധികവും. ഹലോ, നീ എവിടെയാ? ഞാൻ പുറത്താ. എന്തേ? ദേ, നീ ഫോൺ എടുക്കില്ലെന്നാ പറഞ്ഞ് അവളിവിടെ കിടന്ന് കരയ്യ. ആ കരയട്ടെ, അവൾക്ക് പ്രാന്താ. നീ അവളെ വിളിച്ച് എന്തെങ്കിലും ഒന്ന് പറ. അതൊരു കഥയില്ലാത്തോളാ. എന്താ പറയണ്ടേ, എന്താ പറയാൻ പാടില്ലാത്തെന്ന് ഒന്നും അറിയില്ല. വേണമെങ്കിൽ 2 ദിവസം അവിടെ പോയി നിന്നോട്ടെ. ആ ഞാൻ വിളിച്ചോളാം. അല്ല, നീ ജോലിക്ക് പോയില്ലേ? ഞാൻ ഒരാളെ കാണാൻ ഇറങ്ങിയതാ. ചേച്ചി വെച്ചോ, ഞാൻ വിളിച്ചോളാം. ഹലോ, എന്താ ഗീത നിന്റെ പ്രശ്നം? പറ. നീ കാരണം ഓഫീസിൽ വരെ പോയിട്ടില്ല. എത്ര വർക്കാ പെൻഡിങ് അറിയോ നിനക്ക്? എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കിത്താ, അല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. ആർക്കും ഒരു ശല്യാവാൻ നിക്കണില്ല. പോയിക്കോ. പോയാ പിന്നെ അവിടെ നിക്കണം. പിന്നെ വിളിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തരുത്. നീ ചെറിയ കുട്ടിയൊന്നല്ല, 18 വയസ്സായ പെണ്ണല്ലേ. നിനക്കൊരു ഭാര്യയായിട്ട് കഴിയാൻ വയ്യെങ്കിൽ നീ എങ്ങോട്ടാ പോയിക്കോ. നിനക്ക് പ്രസവിക്കാൻ വയ്യ, വീട്ടിലെ പണികളൊന്നും ചെയ്യാനും വയ്യ. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട. ഒരു ഭാര്യ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാ നീ ഇവിടെ? ഞാൻ പറഞ്ഞ പോലെ മാറി താമസിച്ചാൽ എന്താ കുഴപ്പം? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. വേറെ മാറി താമസിക്കണമെന്ന് എന്നോട് പറ്റില്ല. ഇന്ന് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഫോൺ ചെയ്തില്ലേ? ഒന്ന് മാറിക്കാവുന്നത്. ഹലോ, ഹലോ, എന്താ പറ്റിയത്? ഹലോ, 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 എന്താ ഇവിടെ? ഹലോ, 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 ശ്രീയേട്ടാ, ഹലോ, ഹലോ, എന്താ പറ്റിയേ? ഹലോ, ഹലോ, ശ്രീയേട്ടാ, ഹലോ. ഇയാൾ രാവിലെ തല്ലൂടാണ്ടാണ് വീട്ടിൽ നിന്ന് പോന്നതെങ്കിലും വല്ല പഴവും പച്ചക്കറിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകായിരുന്നു. യുദ്ധം, അത് വാക്കുകൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ ഏത് രീതിയിലായാലും ബാക്കി വയ്ക്കുന്നത് രക്തവും കണ്ണുനീരും.